നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ സുധാമണി, പാലക്കാട് നവോദയ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പലാണ്. നവോദയ വിദ്യാലയ ഹൈദരാബാദ് റീജിയണിൻ്റെ കീഴിലുള്ള കേരള ക്ലസ്റ്ററിൻ്റെ കീഴിൽ 17 സ്കൂളുകൾ പങ്കെടുക്കുന്ന സയൻസ്, മാത്തമാറ്റിക്സ്, എൻവയറോൺമെൻറ്റ് എക്സിബിഷൻ പാലക്കാട് നവോദയ വിദ്യാലയത്തിൽ ഇന്നും നാളെയും നടത്തുന്നുണ്ട്. അതിലേക്ക് 14 സ്കൂളുകൾ കേരളത്തിലേതും 3 യൂണിയൻ ടെറിട്ടറി കാരക്കൽ, മാഹി, പോണ്ടിച്ചേരി എന്നീ സ്കൂളുകളിലെയും കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള തീമിൽ 7 സബ് തീം കൊടുത്തിട്ടുണ്ട്. ഈ സബ് തീമുകളിൽ 7 എക്സിബിറ്റ്സാണ് കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ നാളെ സമാപന സമ്മേളനം നാളെ 3 മണിക്ക് നടക്കും. ക്ലസ്റ്റർ ലെവൽ എക്സിബിഷൻ 2025 ആരംഭിച്ചു. മലമ്പുഴ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലസ്റ്റർ ലെവൽ എക്സിബിഷൻ 2025 പാലക്കാട് ജില്ലാ അസിസ്റ്റൻ്റ് കളക്ടർ രവി മീണ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ MR സുധാമണി അധ്യക്ഷയായി. NVS പൂന റീജിയണൽ ഓഫീസ് അസിസ്റ്റൻ്റ് കമ്മീഷണർ OM പങ്കജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ PTC മെമ്പർ VR കൃഷ്ണകുമാർ, വൈസ് പ്രിൻസിപ്പാൾ A ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ 14 സ്കൂളുകൾ മാഹി, പോണ്ടിച്ചേരി, കാരക്കൽ എന്നിങ്ങനെ 17 സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 2ാം ദിവസം വൈകിട്ട് 3:30 നടക്കുന്ന സമാപന സമ്മേളനം പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ SL സിന്ധു ഉദ്ഘാടനം ചെയ്യും. മലമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ സിജിൽ മാത്യു, PTC പ്രതിനിധി S ഇക്ബാൽ എന്നിവർ പ്രസംഗിക്കും. വളരെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായ ഒട്ടേറെ സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ അത് വിശദീകരിച്ചു കൊടുത്ത് കാണികൾക്ക് മനസ്സിലാക്കിയിരുന്നതും ഏറെ ശ്രദ്ധേയമായി. ഇതൊരു റോഡ് ഓവറോൾ ടണൽ സിസ്റ്റമാണ്. ഇത് ഒത്തിരി റോഡിലെ ഗട്ടേഴ്സ് ഒത്തിരി ഓവർലോഡായ വണ്ടികൾ കാരണമാണ് ഉണ്ടാകുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെക്ക് പോസ്റ്റാണിത്. ഈ ചെക്ക് പോസ്റ്റ് 2 ബ്രേക്കർ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഇത് പ്രോട്ടോടൈപ്പ് പ്രോജക്റ്റ് ആയതുകൊണ്ട് മാക്സിമം വെയിറ്റ് 120 ഗ്രാം കൊടുക്കുകയാണ്. 150 ഗ്രാമിൽ മേലോട്ടുള്ളത് ഓവർലോഡായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടി 120 ഗ്രാംസ് ഉള്ള ഒരു വണ്ടി ഇതുവഴി കടന്നു പോകുമ്പോൾ ഇതിനകത്ത് ലൈറ്റ് സെൻസ് ചെയ്യുകയും ഇവിടെ സെൻസർ ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു. സെക്കൻഡ് ബ്രേക്കറിൽ കടന്നു പോകുമ്പോൾ ഒരു മാറ്റവും വരുന്നില്ല, വണ്ടി മൂവ് ചെയ്യാൻ അലോ ചെയ്യുന്നു. പക്ഷേ അതേസമയം ലോഡ് കൂടിയ ഒരു വണ്ടി, ഇപ്പോൾ 150 ഗ്രാമിൽ കൂടിയ ഒരു വണ്ടി ഇതിൻ്റെ വണ്ടി കൂടെ പോകുമ്പോൾ അത് ഓവർലോഡ് വേണ്ടുമ്പോൾ ഇവിടെ സെൻസർ സെൻസ് ചെയ്യുന്നു. സെക്കൻഡ് ബ്രേക്കറിൽ മോട്ടർ ആക്ടിവേറ്റ് ചെയ്യുകയും ഈ ബാരിയർ റീഡിയം ചെയ്യുന്നു. ഇതാണ് സാർ പ്രോജക്റ്റ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന മൈക്രോ സ്വിച്ചും പ്രഷർ സെൻസേഴ്സും മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇൻക്ലൂഡ് ആവുന്നതാണ്. പിന്നെ അതുകൂടാതെ പ്രഷർ, ഫോഴ്സ്, വെയിറ്റ് എന്നുള്ള കാൽക്കുലേഷൻസ് എല്ലാം മാത്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാത്സ് റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് ഈ പ്രോജക്റ്റ് പ്രൂവ് ചെയ്യും. Constructing an urban design is not so easy. It is a little bit complex. It needs something more like logical planning, optimization and sustainability. So this project GeoMath presents a fully functionable and mathematically optimized city model. It is built on a Cartesian plane with a uniform scale of 1 centimeter equal to 10 meters. This project integrates various mathematical concepts like coordinate geometry, graph theory, golden ratio design and carbon audit. Each and every building in the city is having a 3D coordinate XYZ so that we can locate them easily. This city is carbon negative, which means that it absorbs more carbon and emits a very less amount of it. So this project reflects how equations can build cities and numbers can save the planet. So let us go through in detail. This is the GeoMath city and it is being divided into 2 sectors, each of length 64 cm and a width of 40 cm. 64 divided by 40 gives 1.6, which is near to the golden ratio 1.618. So this is the GeoMath city. Each sector is having 4 subsectors, which means that there is a total of 8 subsectors. And each sector is having essential buildings like
schools, apartments, malls, police stations, shops, railway station and so on. So this is the inner part of the city, and in the city there are color codes like yellow color for residential areas, green color for greeneries, parks, orange color for commercial areas and so on. So this is the inner part, and let us go to the outer part. Outer part of the city is having agriculture, water bodies, rural settlements, railway lines. Pink color represent industrial zones, and we have left a space for future developments. So this is the outer part of the city, and this is the overall GeoMath project. So this project shows mathematics is not just an ordinary subject. It can be also used to solve the daily life problems. Thank you. Judges over there. Thank you for sparing your precious time and for having a Navodaya, and we have a great respect and admiration for all of you. Thank നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.